ജൂലൈ 10 ഗുരുപൂർണിമ എല്ലാം വിദഗ്ധമായ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്കൂളുകളും ആഘോഷിച്ച ഒരു ഏറ്റവും വലിയ ഒരു ഓസ്പീഷ്യസ് ഒക്കേഷനായിരുന്നു ഗുരുപൂർണിമ അല്ലെ. ഫുൾ മൂൺ ഡേയിൽ വേദവ്യാസനായ മഹർഷിയുടെ ജന്മദിനം അനുബന്ധിച്ചാണ് ഈ ഗുരുപൂർണിമ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് മഹാഭാരതം രചിച്ചതും വേദങ്ങളും ഒത്തിരിയും വലിയ കാര്യങ്ങളും എല്ലാം രചിച്ച ഒരു വ്യക്തിയാണ്. അത് ഏറ്റവും കൂടുതൽ ഗുരുപൂർണിമ നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തന്നെ ഓരോ ജ്ഞാനങ്ങൾക്കും നമ്മൾ അവർക്കൊരു പ്രണാമം കൊടുക്കുകയാണ്, മനസ്സുകൊണ്ട് നമ്മൾ അവരെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലിയ വലിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഗുരുക്കന്മാരുടെ പാദം കഴുകി അവർക്ക് ആ രീതിയിലുള്ള പാദപൂജയും ചെയ്തിട്ടാണ് ഗുരുപൂർണിമ ആഘോഷിച്ചിട്ടുള്ളത്. പക്ഷെ ഗുരു എന്ന് പറയുന്നത് അന്ധകാരത്തിനെ മാറ്റി ജ്ഞാനം തരിക എന്നതാണ്. നമ്മളെ അക്ഷരങ്ങൾ പഠിപ്പിച്ച ആളുകൾ ഗുരുക്കന്മാർ മാത്രമല്ല. നമ്മുടെ ഗുരുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലാണ്. നമ്മളൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുന്ന ടൈമിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ടിരിക്കുന്ന ആളുകളും നമുക്ക് ഗുരുക്കന്മാർ തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ അക്ഷരമാല പഠിക്കുകയാണെങ്കിൽ അവിടെ ഗുരുക്കന്മാർ നമ്മുടെ ടീച്ചേഴ്സാണ്. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലോട്ട് പോകുന്നു, അവിടെയും ഗുരുക്കന്മാരുണ്ട്. പിന്നെ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, അവിടെയും നമ്മൾ ഒന്നും അറിയാതാണ് നമ്മൾ പോകുന്നത് അല്ലേ. തിയറി ആയിരിക്കത്തില്ല പ്രാക്ടിക്കൽ. നമുക്ക് കുറേ തിയറിറ്റിക്കൽ നോളജ് കാണും, പ്രാക്ടിക്കലി നമ്മൾ അത്രയും നല്ലതായിരിക്കത്തില്ല. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന ടൈമിലും പുതിയൊരു ജോലി കിട്ടുന്ന ടൈമിലും അവിടുത്തെ ഗുരുക്കന്മാരെ നമ്മൾ ദൈവതുല്യമാണ് കാണുന്നത്. കാരണം അവർ നമുക്ക് തരുന്ന പുതിയ പുതിയ നോളജാണ്, പുതിയ പുതിയ അറിവുകളാണ് നമ്മളെ ഓരോരോ പടിയിലേക്ക് മുന്നോട്ട് കയറ്റി അയക്കുന്നത്. ഗുരുക്കന്മാർ അതേപോലെ തന്നെ നല്ല കർമ്മനിഷ്ഠരും. കുട്ടികൾക്ക് എന്താണ് അവരുടെ വീക്ക്നെസ്, എന്താണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണ്, എല്ലാ കുട്ടികളിലും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഒരു കുട്ടിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല, നീ ഒന്നിനും കൊള്ളില്ല, നിനക്ക് ഇത്രയും കഴിവേ ഉള്ളൂ. അങ്ങനല്ല, പലരുടെയും ഐക്യു പലതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കി എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു അറിവുള്ള ഗുരുവും ഒരു ദൈവത്തോട് അടുപ്പമുള്ള ഗുരുവും ഒരു ശിഷ്യരെയും അല്ല എങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരെയും അറിഞ്ഞുകൊണ്ട് അന്ധകാരത്തിലേക്ക് വിടില്ല. അത് എന്തെങ്കിലും ഒരു കാരണം അവർ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ അത് ദൈവത്തിൻ്റെ മുൻപാകെ അവരത് വിശദീകരിക്കാൻ ഏറ്റവും ബാധ്യതയുള്ളവരാണ്. കാരണം നമുക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷെ ദൈവത്തിൻ്റെ മുൻപാകെ എന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലേ. ഗുരു പൂർണിമ, വിദ്യാഭ്യാസം, ഇതെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രസാദമാണ് നമ്മൾ. ആ പ്രസാദം കൊണ്ട് നമുക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റും ഇനിയുള്ള നമ്മുടെ ലൈഫിൽ. നമുക്കൊത്തിരിയും പണം വാരിക്കോരി തരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല വലിയ കമ്പനികളും പല കാര്യങ്ങളും കാണും. പക്ഷേ വിൽക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മൂല്യതകൾ, വാല്യൂ അല്ലേ, നമ്മുടെ സത്യസന്ധത, കർമ്മനിഷ്ഠത, നമുക്കുള്ള ഒരു ഡെഡിക്കേഷൻ, നമുക്കുള്ള ഒരു ഹാർഡ് വർക്ക്, സിൻസിയറിറ്റി, ഇതൊന്നും നമുക്ക് പണം കൊടുത്താൽ വാങ്ങിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. ഈ വാല്യൂവും ഈ മൂല്യതയും നമുക്ക് കിട്ടുന്നത് ഗുരുമുഖത്തു നിന്നും നമ്മുടെ ക്രമേണയുള്ള ജീവിതത്തിൽ നിന്നും നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഗുരുപൂർണിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, അതിൻ്റേതായിട്ടുള്ള കർമ്മമുണ്ട്. ഇനിയുള്ള വരും തലമുറകളിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാകും, എത്ര പേര് ഇത് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫിൽ അതിൻ്റേതായിട്ടുള്ള ഉയർച്ച ദൈവഭാഗത്തു നിന്നും എന്തായാലും കിട്ടിയിരിക്കും. ഒരിച്ചിരി താമസം കാണും, പക്ഷെ തീർച്ചയായിട്ടും സത്യസന്ധതയ്ക്കും മൂല്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഉയർച്ചയും വിജയവും എവിടെയും ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക.